അത് നിസ്കാരം ഉപേക്ഷിക്കലാണ്. നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരാൾ മുസ്ലിമോ എന്നവർ ചിന്തിച്ചു പോവുകയാണ്. അതുകൊണ്ടല്ലേ നിസ്കാരം ഉപേക്ഷിക്കുന്ന ആള് ഫാസിഖാണ്, അവനോട് സലാം പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷേ നമുക്കൊരു മാർഗം മാത്രമേ തിരിയുള്ളൂ, വിദേഹത്തുകാരനോട് സലാം പറയാൻ പറ്റൂല. എന്നാ സുഹൃത്തെ, നിന്റെ കൂടെ നടക്കുന്ന ആളില്ലേ, ഒരൊറ്റ വക്ത് നിസ്കരിക്കാത്ത ആളാണ്, ഒരു വെള്ളിയാഴ്ച പിന്നെ ആൾക്കാർ എന്തെങ്കിലും പറയില്ലെന്ന് എഴുതിയിട്ട് പള്ളിയിലേക്ക് വരും. ആകെ ഒരു വെള്ളിയാഴ്ച മാത്രം നിസ്കരിക്കുന്ന ആളാണ്, ഒരുപാട് നിസ്കാരങ്ങൾ ഒഴിവാക്കുന്ന ആളാണ്, അവൻ ഫാസിഖാണ്. നീ അവനോട് എങ്ങനെ സലാം പറയും? മറ്റേ ആളോട് നീ സലാം പറയാത്തത് വിദേഹത്തുകാരനാണെങ്കിൽ അതേ നിയമം തന്നെയല്ലേ ഫാസിഖിനും? വിദേഹത്തുകാരന്റെ മയ്യത്ത് നിസ്കരിക്കൽ പാടില്ല, ഫാസിഖിന്റെ മയ്യത്ത് നിസ്കരിക്കലും പാടില്ല. വിദേഹത്തുകാരനെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല, ഈ ഫാസിഖിനെയും തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല. അവന്റെ രോഗം കാണാൻ പോകാൻ പറ്റാത്തതുപോലെ ഇവന്റെ രോഗവും കാണാൻ പോകാൻ പറ്റൂല.